എങ്ങനെയുണ്ടടാ ലക്ഷ്മിക്ക്? അത് പറയാൻ കൂടിയാ വന്നത്. മഹി അമ്മയായി. അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ മരുമോള് എന്റെ ഭാര്യയും കുഞ്ഞിനെയും കൊല്ലാനാണ് ശ്രമിച്ചതെങ്കിലും ആയുസ് നീട്ടുന്നതും കുറയ്ക്കുന്നതും ദൈവങ്ങളാ. ആ ദൈവങ്ങൾക്ക് തോന്നി അവർക്ക് കുറച്ചുകൂടി ആയുസ് കൂടുതൽ കൊടുക്കണമെന്ന്. എന്നാലുവേ ഈശ്വരന്മാരെ കാത്തല്ലോടാ. അതിനുവേണ്ടിയല്ലല്ലോ അമ്മ ഇവനൊക്കെ പ്രാർത്ഥിച്ചത്. എന്തായാലും മഹിയെ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ടവള് ഇപ്പൊ അമ്മയാവാൻ തയ്യാറെടുക്കുകയാണല്ലോ. അവളിനി അവളുടെ മുത്തശ്ശിക്കൊപ്പം കഴിഞ്ഞാൽ മതി. അവളെ ഇനി ഇങ്ങോട്ടൊന്നും കൂട്ടിക്കൊണ്ട് വരണ്ട എന്ന്. തൽക്കാലം ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അറിയാം. പ്രഗ്നന്റ് ആയ ഭാര്യയെ സംരക്ഷിക്കുന്നത് കുറച്ച് പണച്ചെലവുള്ള പണിയാ. അവൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കണം. അവളെ സമയാസമയത്ത് ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതൊന്നും നിന്നെ പോലൊരുത്തനെ കൊണ്ട് പറ്റില്ലല്ലോ. അതൊക്കെ അവിടെ നിക്കട്ടടാ മോനെ കണ്ണ. എടാ ഇപ്പോഴേ നിന്റെ അമ്മാവനും പ്രതാപനും പോലീസ് സ്റ്റേഷനിലാണോ? അതെ. നാളെ വൈകിയേ രണ്ടെണ്ണത്തിനെയും കോടതിയിൽ ഹാജരാക്കത്തുള്ളൂ. അതുവരെ പോലീസുകാർ മതം പൊട്ടിവരെ മയക്കാനുള്ള ശ്രമത്തില. അല്ല, അതിന് മാത്രം അവരെന്ത് കുറ്റാ ചെയ്തേ? നീ നിന്റെ ഭാര്യയെ കാണാൻ പോയിരുന്നോ? ഇടയ്ക്ക് പോയിരുന്നു. എന്നിട്ട് അവൾ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. എടാ ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോഴും അവൾ ഒന്നും പറഞ്ഞില്ല. പറയില്ല. പറയാൻ അവൾക്കും അവളുടെ മുത്തശ്ശിക്കും പറ്റില്ല. പക്ഷേ അധിക നാളത് മൂടിവെക്കാൻ അവർക്ക് ആർക്കും കഴിയില്ല. അമ്മ ഇവന് മാത്രമല്ല, ഈ ലോകം മുഴുവൻ അറിയാൻ പോവുക. വാമദേവൻ എന്ന അസുരനും പ്രതാപൻ എന്ന ലോറി ഡ്രൈവറും കൂടി കാട്ടിക്കൂട്ടിയ ചതികൾ. അതിന് കോടതി മാത്രമല്ല, മുകളിലൊരാളും അതിന് ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. കോടതി വിധിയേക്കാളും ദയനീയമായിരിക്കും ദൈവം ആ രണ്ടെണ്ണത്തിനും കൊടുക്കുന്ന ശിക്ഷ. എടാ അവൻ ഈ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം എന്തുവാടാ? അർത്ഥം എന്താന്ന് ചോദിച്ചാൽ അതുപോലെ എന്തോ ഒരു കൊള്ളരുതായ്മ അമ്മാവനും എന്റെ അമ്മായച്ചനും കൂടെ ചെയ്തിട്ടുണ്ട്. അത് കരുണയുടെ അവളുടെ മുത്തശ്ശിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാ. എടാ ഏട്ടത്തി ഫോൺ എടുത്തില്ലടാ. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ കരുണ അടിമയെ പോലെ ഇവിടെ കിടന്ന് പണിയെടുക്കുമായിരുന്നോ? അതേപ്പറ്റി കണ്ണേണ്ടും മഹാലക്ഷ്മിക്കും ഒക്കെ അറിയാം. അതുകൊണ്ടാണ് കരുണയും മഹാലക്ഷ്മി ബ്ലാക്ക്മെയിൽ ചെയ്തത്. അവസാനം അവൾക്ക് സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാ അവളെ തള്ളിയിട്ടത്. എടാ കുഞ്ഞു പോണേന്നായിരുന്നു എന്റെ പ്രാർത്ഥന. എന്നിട്ട് അത് നടന്നില്ലല്ലോ. ഇനിയിപ്പൊ കണ്ണന്റെ സ്വത്തുക്കൾക്കേ ഒരവകാശം കൂടിയായി. മേഘേട്ട വീണതോടെ വലിയൊരു ശക്തിയമ്മേ നമുക്ക് ഇല്ലാതായത്. നീ അവന്റെ കാര്യമൊന്നും പറയണ്ട. എടാ അവൻ അതിനു മുന്നേ നമ്മളെ വീഴ്ത്തിയില്ലേ? ഓർമ്മ വെച്ച നാള് മുതല് മഞ്ജു അവനെയെന്നും പറഞ്ഞ് നടന്നതാ. എന്നിട്ട് കല്യാണത്തിന് മുമ്പേ തന്നെ അവൻ കണ്ണി കണ്ട പെണ്ണുങ്ങളുമായിട്ടൊക്കെ ബന്ധം കൂടിയില്ലേ? എടാ ആ ബന്ധത്തിൽ അവനൊരു കുഞ്ഞും ജനിച്ചില്ലേ? അതിന്റെ ശിക്ഷയാ അവനിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നെ. അവന്റെ അച്ഛനെ ഇനി എന്തിനാ പോലീസ് പിടിച്ചോണ്ട് പോയെന്നായി എനിക്ക് മനസ്സിലാവാത്തെ. കൂടെ കരുണയുടെ അച്ഛനും ഉണ്ടല്ലോ. രണ്ടാളും കൂടെ എന്തോ തരികിട ഒപ്പിച്ചിട്ടുണ്ടോ?